പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം, 185 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഇന്ന് പരിശുദ്ധ ദൈവാലയത്തിലെ ഏറ്റവും പ്രധാന ഭാഗമായ ത്രോണോസിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ നടത്തുന്നത്. ത്രോണോസിന് വിവിധ നാമങ്ങൾ പിതാക്കന്മാർ നൽകിയിട്ടുള്ളതായി നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നു. ഒന്നാമത്, ത്രോണോസ് എന്നത് ബലിപീഠം ആകുന്നു. ബലിയില്ലാതെ ബലിപീഠമോ ബലിപീഠമില്ലാതെ പള്ളിയോ ഇല്ല എന്നതാണ് പിതാക്കന്മാരുടെ പഠനം. ബലിപീഠം ഇരിക്കുന്ന സ്ഥലത്തിന് മദ്ബഹ എന്നാണ് പറയുന്നത്. ഈ ബലിപീഠത്തിന് ത്രോണോസ് എന്നും പേരുണ്ട്. ത്രോണോസ് എന്നതാകട്ടെ സിംഹാസനവും ആകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ത്രോണോസിന് മറ്റു ചില സൂചനകൾ കൂടിയുണ്ട്. അത് കർത്താവിൻ്റെ ഖബറിൻ്റെയും ഗൂഗുൽത്ത മലയുടെയും സൂചനയായും പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ത്രോണോസിന്മേൽ തബലൈത്ത ഇരിക്കുമ്പോൾ ത്രോണോസ് ഖബറിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പിതാക്കന്മാരുടെ വ്യാഖ്യാനം. തബലൈത്ത ശ്ലീബായുടെയും ദൃഷ്ടാന്തമാകുന്നു എന്നും ശ്ലീബ കർത്താവിൻ്റെ യാഗപീഠമാകുന്നു എന്നും നാം മനസ്സിലാക്കേണ്ടതാണ്. കൂദാശ സമയത്ത് തബലൈത്താമേൽ കുരിശാകൃതിയിൽ മുറോൻ കൊണ്ട് വരയ്ക്കുന്നു. അതുവഴി ഈ പലക ശ്ലീബായെ സൂചിപ്പിക്കുന്നതായി കണക്കാക്കുന്നു. കുരിശില്ലാതെ ബലി ഇല്ലാത്തതുപോലെ തബലൈത്തയില്ലാതെ കുർബാനയും ഇല്ല എന്നതത്രേ സഭയുടെ വിശ്വാസം. കൂദാശ ചെയ്യപ്പെട്ട ത്രോണോസിൻ്റെയും തബലൈത്തായുടെയും തത്വം ഒന്ന് തന്നെയാണ്. എങ്കിലും ത്രോണോസിന്മേൽ തബലൈത്ത വെച്ച് മാത്രമേ വിശുദ്ധ കുർബാന ചൊല്ലുവാൻ അനുവാദമുള്ളൂ. ത്രോണോസിന്മേലും തബലൈത്താമേലും ഒരു ദിവസം ഒരു കുർബാന മാത്രം ചൊല്ലുവാനേ ഒരു പുരോഹിതന് അനുവാദമുള്ളൂ. അതേപോലെ ഒരു പട്ടക്കാരൻ ഒരു ദിവസം ഒരു കുർബാന മാത്രം ചൊല്ലുക എന്നതാണ് സഭയുടെ പാരമ്പര്യം. ഈ പാരമ്പര്യം അനുസരിച്ച് ഒരു പട്ടക്കാരൻ രാവിലെയും വൈകിട്ടും കുർബാന ചൊല്ലുന്നത് ശരിയാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അത് ശരിയാണ്. സഭയുടെ ഒരു ദിവസം കണക്കാക്കുന്നത് സന്ധ്യ മുതൽ സന്ധ്യ വരെ എന്നത്രേ. ഉൽപ്പത്തി പുസ്തകത്തിൽ സന്ധ്യയായി ഉഷസ്സമായി 1-ാം ദിവസം 2-ാം ദിവസം എന്നിങ്ങനെ 6 ദിവസത്തെക്കുറിച്ചും എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-5 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ച് അത് പഠിക്കാവുന്നതാണ്. ശനിയാഴ്ച അസ്തമിക്കുന്ന സന്ധ്യയ്ക്ക് ഞായറാഴ്ച സന്ധ്യ എന്നാണ് കാനോനികമായി അറിയപ്പെടുന്നത്. ഞായറാഴ്ച അസ്തമയം വരെയാണ് ഞായറാഴ്ച എന്ന ദിവസം. ഞായറാഴ്ച അസ്തമയം അതായത് 6 മണി മുതൽ തിങ്കളാഴ്ച ആരംഭിക്കുന്നു. ആയതിനാൽ ഞായറാഴ്ച 6 മണിക്ക് ശേഷം അർപ്പിക്കുന്ന കുർബാന തിങ്കളാഴ്ചത്തെ കുർബാനയായി കണക്കാക്കണം. സന്ധ്യയിൽ കുർബാന ചൊല്ലിയ വൈദികന് അടുത്ത സന്ധ്യ വരെ മറ്റൊരു കുർബാന ചൊല്ലുവാൻ അനുവാദം ഇല്ല. വിശുദ്ധ കുർബാന സമാധാന സ്തോത്ര ബലിയാകുന്നു എന്ന് കുർബാനയിൽ തന്നെ നാം പറയുന്നുണ്ട്. ഈ ബലി സമാധാന സ്തോത്രയാഗമാണ്. ഇത് ഭോജനയാഗവും ആകുന്നു. എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നെന്ന് നമ്മുടെ കർത്താവ് ആണയിട്ട് അരുളി ചെയ്തിരിക്കുന്ന വചനം ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 55-ാമത്തെ തിരുവചനം. ഈ കർത്തൃവചനം അനുസരിച്ചാണ് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ സാക്ഷാൽ ഭക്ഷണമായി ഏതൊരു വിശ്വാസിയും കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി
സ്വീകരിക്കുന്നത്. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്ന എൻ്റെ പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു എന്ന് കർത്താവ് കൽപ്പിച്ച വചനം വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസി എന്നത്. ഇത്രയും ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. കോട്ടച്ചൻ.